ഈ കിഫ്ബി ഇപ്പോൾ നടപ്പാക്കുന്ന പദ്ധതികളിൽ ഏറ്റവും അഭിമാനകരമായൊരു പദ്ധതിക്കാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ആദ്യ ചുവടുവെപ്പാണ് നടക്കാൻ പോകുന്നത്. എന്താണ് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് കിഫ്ബിക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, കേരളത്തിൽ തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. ഈ പ്രൊജക്റ്റ് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതിൻ്റെ DPR സ്റ്റേജ് ഉണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ എൻവിറോൺമെൻറ്റൽ ക്ലിയറൻസിൻ്റെ കാര്യങ്ങൾ അതും കുറച്ച് സമയം നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ ഈ ടണലിൻ്റെ ഉദ്ഘാടനം സെപ്റ്റംബറിൽ കഴിഞ്ഞെങ്കിലും അതിനുശേഷം നമുക്ക് ടണൽ ബ്ലാസ്റ്റിംഗ് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം സ്റ്റേജ് 2 ക്ലിയറൻസ് ആവശ്യമുണ്ടായിരുന്നു. സ്റ്റേജ് 2 ക്ലിയറൻസ് നമുക്ക് ഫെബ്രുവരി 24-ാം തീയതിയാണ് ലഭിച്ചത്. അതിനുശേഷം നമ്മൾ ഉടനെ തന്നെ ഫസ്റ്റ് ബ്ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തി. ആ ദിവസമാണ് ഇന്ന് തീർച്ചയായിട്ടും ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് നടക്കുന്നതായിരിക്കും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഫസ്റ്റ് ബ്ലാസ്റ്റിങ്ങിൻ്റെ നിർവഹിക്കുന്നതായിരിക്കും. ഇപ്പോൾ പദ്ധതി പൂർത്തീകരണമാണല്ലോ കിഫ്ബിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോൾ കൊങ്കണാണ് അതിൻ്റെ നിർമ്മാണ ചുമതലയുള്ളത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു പദ്ധതി പൂർത്തീകരണം ഇപ്പോൾ ഒരു ആസൂത്രണം ചെയ്തിട്ടുള്ളത്? എത്ര സമയം കൊണ്ട് എന്നുള്ളതാണ്? പദ്ധതി പൂർത്തീകരണത്തിന് നമ്മൾ 4 വർഷമാണ് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ടണലിൻ്റെ റോക്ക് കണ്ടീഷൻ, ടണലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റോക്ക് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത്. ഇവിടെയുള്ള റോക്ക് കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ നല്ല റോക്ക് കണ്ടീഷനാണ്. അത് ചാർണോക്കൈറ്റ് എന്ന ടൈപ്പ് ഓഫ് റോക്കാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ടണൽ 4 വർഷങ്ങൾക്കുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ടണൽ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാലാവസ്ഥ മാറ്റം സംഭവിച്ചാലും കുഴപ്പമില്ല, നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കും. ഇല്ല, കാലാവസ്ഥയുടെ മാറ്റത്തിൽ നമുക്ക് ഒരിക്കലും ടണലിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. എങ്കിലും ടണലാണിത്. ടണലിൽ എന്താണ് സർപ്രൈസ് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതിനുള്ള നമുക്ക് എല്ലാ മുൻകരുതലും എടുത്തുകൊണ്ടായിരിക്കും, നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് അത് മുന്നോട്ട് ടണലിൻ്റെ ബ്ലാസ്റ്റിങ്ങുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കിഫ്ബിയുടെ ഫണ്ടായതുകൊണ്ട് സ്വാഭാവികമായിട്ടും സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരില്ല എന്ന് വിചാരിക്കും. അതെ, തീർച്ചയായിട്ടും കിഫ്ബി ഫണ്ടിൽ എനിക്ക് പറയാനുള്ളത്, ഏത് കോൺട്രാക്ടർമാരും വരുമ്പോൾ കിഫ്ബി ഫണ്ടാണ് എങ്കിൽ നമുക്ക് പണത്തിന് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും സമയത്ത് തന്നെ പണം കിട്ടും എന്നുള്ള ഒരു ധൈര്യത്തോടുകൂടിയാണ് പല കോൺട്രാക്ടർമാരും കിഫ്ബി വർക്ക് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവുന്നത്.